കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നിത്യ സ്നേഹത്തെ കാണാം. ദൈവത്തിന് നമ്മോടുള്ള നിത്യസ്നേഹമാണ് ദിവ്യകാരുണ്യം. ദൈവത്തിന് നമ്മെ അന്ത്യത്തോളം സ്നേഹിക്കാൻ, നമ്മുടെ കൂടെയായിരുന്ന്, നമ്മുടെ ഉള്ളിലായിരുന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിക്കാൻ ദൈവമിതാ ദിവ്യകാരുണ്യത്തിൽ തന്നെ ഒതുക്കി. മക്കളെ, ഇതല്ലേ സ്നേഹം? എന്നും നിലനിൽക്കുന്നതിനെയല്ലേ പരിശുദ്ധമായ സ്നേഹമെന്ന് വിളിക്കാൻ പറ്റും. ആ സ്നേഹമാണ് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്. ആ സ്നേഹത്തിൽ, ആ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ മോളെ നിനക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്, മോനെ നിനക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്. നിനക്ക് എന്തെല്ലാം വേണമോ ഇതെല്ലാം ഈ സ്നേഹത്തിൽ നിന്നാണ് കർത്താവ് തന്നത്. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നു. റോമ 8:32. അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? വചനം പറയാണ്, സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നു. അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം സൗജന്യമായി ദാനമായി ആ സ്നേഹത്തിൽ ദൈവം തരുമെന്ന്. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കേ. ആ വിശ്വാസത്തോടെ കരങ്ങൾ രണ്ട് ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കാൻ പോവാ, ഈശോയെ ആരാധിക്കാൻ പോവാ, ദൈവത്തിന് നന്ദി പറയാൻ പോവാ. ആ സ്നേഹത്തെ ഹൃദയത്തിലെടുക്കുക. ആ സ്നേഹം, മോളെ മോനെ, നിന്നോടുള്ള അവൻ്റെ സ്നേഹം അചഞ്ചലമാണ്, മാറ്റമില്ല. അമ്മ മറക്കാം, അപ്പം മറക്കാം, മകൻ മറക്കാം, മകൾ മറക്കാം, ജീവിത പങ്കാളി മറന്നുപോയെന്ന് വരാം. പക്ഷേ നിന്റെ ദൈവം ഉണ്ടല്ലോ, ഈ ദൈവം നിന്നെ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും വിസ്മരിക്കാത്ത സ്നേഹമാണ്. ഇങ്ങനൊരു ദൈവം നമുക്കുള്ളതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ. ഇങ്ങനൊരു ദൈവം നമ്മുടെ കൂട്ടിനുള്ളതല്ലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ബലം. ഈ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നതല്ലേ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിത്യസ്നേഹമാണ്, പരിശുദ്ധമായ സ്നേഹമാണ്. ആ സ്നേഹത്താലാണ് ഈശോ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാവോ? ഈശോയെ, നിത്യമായി നീ ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. കാൽവരി കുരിശോളം നീ ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. അവസാനത്തുള്ള രക്തത്തോളം നീ ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. നിന്റെ ചങ്കിലെ അവസാനത്തുള്ളി ചുടിച്ചോരയും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ സ്നേഹം അത് നിത്യമാണല്ലോ. യേശുവേ, നിന്റെ സ്നേഹം അത് അചഞ്ചലമാണല്ലോ. ഈശോയെ, നിന്റെ സ്നേഹം ഒരിക്കലും മാറ്റമില്ലാത്തതാണല്ലോ. ഈ സ്നേഹത്തിൽ വന്നിട്ടുള്ള സകല മുറിവുകളും ഉണക്കണമേ, സൗഖ്യം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, ഈശോയെ, ആരാധന, ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ.
പോകയില്ല ഞാൻ ആമേൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ Yes. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് ഈ മക്കൾ ഓരോരുത്തരെയും നീ വാരി പുണരണമേ. കർത്താവെ, സ്നേഹം കിട്ടാതെ പോയ മക്കളുണ്ട്, സ്നേഹത്തിൽ വിഭജിക്കപ്പെട്ടു പോയ മക്കളുണ്ട്. കർത്താവെ, സ്വാർത്ഥമായ സ്നേഹത്തിന് അടിമപ്പെട്ടു പോയ മക്കളുണ്ട്, സ്നേഹിക്കാൻ പറ്റാതെ പോകുന്ന മക്കളുണ്ട്, സ്നേഹത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടവരുണ്ട്, മുറിവുകൾ സമ്മാനിച്ചവരുണ്ട്. യേശുവേ, നിന്റെ സ്നേഹത്തിന് ഉണക്കാൻ കഴിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. ഒരു മുറിവും നിന്റെ സ്നേഹത്തിനപ്പുറം പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം. യേശുവേ, നിന്റെ നിത്യമായ സ്നേഹം, ആ സ്നേഹത്തിൽ ഞങ്ങളിപ്പോൾ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ. എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് ഇതാ നിന്നെ കർത്താവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷമാണ്. നിന്റെ അപ്പന്റെ സ്നേഹം ഇതാ മകനെ നീ അനുഭവിക്കുന്ന നിമിഷമാണ്. മോളെ, ഒരപ്പന്റെ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ഒരപ്പന്റെ സ്നേഹമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈശോ, 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 ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യരക്ഷയാ ആമേൻ. എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകനേശുവിനാ ലോകരക്ഷകനേശുവിനാ നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകനേശുവിനാ ലോകരക്ഷകനേശുവിനാ നിൻഹിതം ചെയ്വാ അങ്ങേ പോലാകാ നിൻഹിതം ചെയ്വാ അങ്ങേ പോലാകാ എന്നെ നൽകുന്നു പൂർണ്ണമായി എന്നെ നൽകുന്നു പൂർണ്ണമായി. വിട്ടുപോകാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ദോഷപ്പെട്ടുമായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റിയത് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നത്, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയത് ഒന്നുമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, മോളെ, മോനെ, തമ്പുരാൻ്റെ സ്നേഹം നിൻ്റെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഏത് വിഷയത്തിൻ്റെ മേലാണോ കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്നത്, എത്രമാത്രം ആഴമായ പ്രശ്നമാണോ, എത്രമാത്രം ആഴമായ വിശ്വാസത്തോടെ തമ്പുരാനെ ഹൃദയം കൊണ്ട് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന.